ഹായ്, CA ഫൗണ്ടേഷൻ്റെ പേപ്പർ 4 ആയ ബിസിനസ് എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ 2 തിയറി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതിൽ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയതായിരുന്നു പ്രീവിയസ് വീഡിയോയിൽ. ജസ്റ്റ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഡിമാൻഡ്, ഒരു കമ്മോഡിറ്റിയുടെ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, സോ അങ്ങനെയുള്ളതിൽ ചേഞ്ച് വരുവാണെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ എന്താണ് ചേഞ്ച് വരുന്നത്, അതിൻ്റെ റെസ്പോൺസ് ആണ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിറ്റർമിനൻറ്റ്സ് ഓഫ് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ പോർഷനിൽ എന്താ പറയുന്നത് നോക്കാം. What are the factors which determine whether the demand for a good is elastic or inelastic? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു ഗുഡിൻ്റെ ഡിമാൻഡ് എലാസ്റ്റിക് ആണോ ഇന്നെലാസ്റ്റിക് ആണോ എന്ന് പറയുന്നത്? അത് നമ്മളിപ്പോൾ നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്നാ? അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്കറിയാം ഒരു ഗുഡ് നമ്മൾ എലാസ്റ്റിക് ആണോ ഇന്നെലാസ്റ്റിക് ആണോ നോക്കി, എലാസ്റ്റിക് അതിൻ്റെ റെസ്പോൺസ് ആണെന്ന് നമുക്കറിയാം. ആ ഒരു ഗുഡിൻ്റെ എലാസ്റ്റിസിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്താ? അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ നോക്കിയതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? രണ്ട് പ്രോഡക്റ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഫോർ എക്സാമ്പിൾ കൊക്കോകോള, പെപ്സി, ഈ രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്. പെപ്സി, കൊക്കോകോള രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. പെപ്സിയിലുണ്ടാകുന്ന ചേഞ്ച് കൊക്കോകോളയെ അഫക്റ്റ് ചെയ്യില്ലേ? അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് പറയുന്ന പോയിന്റ്, എ ഫോൾ ഇൻ എ പ്രൈസ് leading to the consumers to buy more of a commodity in question and a rise in price leading the consumer to buy more of the substitute. ഇതിൻ്റെ മീനിങ് എന്നാ? ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാം, പെപ്സിയുടെ പ്രൈസ് 50 റുപ്പീസ് ആണ്, കൊക്കോകോളയുടെ പ്രൈസ് 50 റുപ്പീസ് ആണ്. രണ്ടും 50 റുപ്പീസ് ആയിരുന്നു. പെപ്സിയുടെ പ്രൈസ് കുറഞ്ഞു. എങ്ങനെയാ? പെപ്സിയുടെ പ്രൈസ് 40ലേക്ക് കുറഞ്ഞു. അതാണ് എ ഫോൾ ഇൻ എ പ്രൈസ്. പെപ്സിയുടെ പ്രൈസ് എത്രയാ? ഇപ്പോൾ 40 ആയി. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? യൂഷ്വലി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ പെപ്സിയും കൊക്കോകോളയും, പെപ്സിയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? പെപ്സിയിലേക്ക് എല്ലാവരും വരില്ലേ? കാരണം കൊക്കോകോള 50 റുപ്പീസ് ആണ്. സപ്പോസ് എ റൈസ് ഇൻ എ പ്രൈസ്, പെപ്സിയുടെ പ്രൈസ് 50ൽ നിന്ന് 60ലേക്ക് റൈസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവരും ബൈ മോർ ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട്, എല്ലാവരും കൊക്കോകോള മേടിക്കും. കാരണം കൊക്കോകോളയ്ക്ക് 50 റുപ്പീസ് അല്ലേ? അതാണ് പറയുന്നത്. പക്ഷേ ഇതിൽ വേറൊരു കൺസെപ്റ്റും കൂടെ പറയുന്നുണ്ട്. കമ്മോഡിറ്റി സച്ച് ആസ് സോൾട്ട്, ഹൗസിങ്, വെജിറ്റബിൾസ്. ഈ ഉപ്പിൻ്റെ കേസ് എങ്ങനെയാണ്? ഉപ്പ് അതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? അതായത് സോൾട്ട്, ഷുഗർ, ഇങ്ങനത്തെ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എ റൈസ് ഇൻ ദ പ്രൈസ് മേ കോസ് സ്മോളർ ഫോൾ ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. സോൾട്ട് ഫോർ എക്സാമ്പിൾ, ഉപ്പിൻ്റെ പ്രൈസ് 30 രൂപയാണെങ്കിൽ 30 35 രൂപയാണെങ്കിലും അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ഡിമാൻഡ് ഒത്തിരി ഒന്നും ചേഞ്ച് ചെയ്യില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഗുഡ്സ് വിത്ത് ടിപ്പിക്കലി ഹാവ് ക്ലോസ് ഓർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഹാവ് ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇതിലെന്താ പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ടുള്ള ഗുഡ്സിന് ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ടായിരിക്കും. അതാണ് ഈ ടോയ്ലറ്റ് സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഇതിനൊക്കെ ഹൈ ഇലാസ്റ്റിക്. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ, അല്ലെങ്കിൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ എലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. അതാണ് ഇതിൽ പറയുന്നത്. അതുപോലെ ഇത് ആദ്യം പറഞ്ഞ പോലെ സോൾട്ട് ആൻഡ് ഷുഗർ, സോൾട്ടിനും ഷുഗറിനും വേറെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഇന്നെലാസ്റ്റിക് ആയിരിക്കും. ഈ ഇന്നെലാസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ? ഇതിൽ റീസൺ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ആർ നോട്ട് അവൈലബിൾ ഫോർ ദീസ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് അതിനില്ല. ഇന്നെലാസ്റ്റിക് എന്ന് വെച്ചാൽ പ്രൈസ് ഇത്രയും ചേഞ്ച് ചെയ്തത് കൊണ്ട് അതിന് ഡിമാൻഡ് അത്രയും ചേഞ്ച് ചെയ്യുന്നില്ല. അതാണ് ഇന്നെലാസ്റ്റിക്. കൊക്കോകോളയുടെ കേസൊക്കെ എങ്ങനെയാണ്? പെപ്സിയുടെ കേസ് പ്രൈസ് കുറച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അതിന് കൊക്കോകോള സബ്സ്റ്റിറ്റ്യൂട്ട് ആയത് തന്നെ 50 രൂപയിൽ നിന്ന് 60 ആയെങ്കിൽ കുറഞ്ഞതിലേക്ക് അവർ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. അതാണ് പറയുന്നത്. ഓക്കെ അല്ലേ? സെക്കൻഡ് പോയിന്റ് എന്താ? പൊസിഷൻ ഓഫ് എ കമ്മോഡിറ്റി ഇൻ ദ കൺസ്യൂമർ ബഡ്ജറ്റ്. നമുക്ക് കിട്ടിയ ബഡ്ജറ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഇൻകത്തിൽ ഒരു കമ്മോഡിറ്റിയുടെ പൊസിഷൻ എന്താണെന്ന് നോക്കാം. ദ ഗ്രേറ്റർ ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ എ കമ്മോഡിറ്റി, ജനറലി ഗ്രേറ്റർ വിൽ ബി ദ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമുക്ക് കിട്ടിയ ഇൻകത്തിൽ ഒരു മേജർ പോർഷനാണ് ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ കമ്മോഡിറ്റിയുടെ എലാസ്റ്റിസിറ്റി എങ്ങനെ ആയിരിക്കും? അതിന് ഹൈ എലാസ്റ്റിസിറ്റി ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഈ സോൾട്ട്, മാച്ച് സ്റ്റിക്സ്, ഈ ബട്ടൺസ്, ഇതിനൊക്കെ ഭയങ്കര ചീപ്പല്ലേ? അതായത് പ്രൈസ് ഭയങ്കര കുറവല്ലേ? അതുകൊണ്ട് തന്നെ അതിന് എലാസ്റ്റിസിറ്റി എങ്ങനെ ആയിരിക്കും? ഇന്നെലാസ്റ്റിക് ആയിരിക്കും. കാരണം കൺസ്യൂമേഴ്സ് അവർക്ക് കിട്ടുന്ന ഇൻകത്തിൽ ഒരു ഭയങ്കര കുറഞ്ഞ പോർഷൻ ആയിരുന്നു ചിലവ് ചെയ്യണം. മാച്ച് സ്റ്റിക്കൊക്കെ 5 രൂപ 10 രൂപ അങ്ങനെയൊക്കെയല്ലേ മേടിക്കണേ. സോൾട്ട് ആണെങ്കിൽ പോലും ഒത്തിരി ഹൈ റേറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഇന്നെലാസ്റ്റിക് ആണ്. പ്രൈസ് ചേഞ്ച് ചെയ്താലും അവർക്ക് ഇന്നെലാസ്റ്റിക് ആണത്. നമ്മൾ ഫസ്റ്റ് നോക്കിയ പോലെ തന്നെ.
പക്ഷേ ഈ റെൻ്റൽ അപ്പാർട്ട്മെൻറ്റ്സ്, ഈ ക്ലോത്തിങ് അതൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിന് ഡിമാൻഡ് എങ്ങനെയായിരിക്കും? എലാസ്റ്റിക് ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു മേജർ പോർഷനാണ് ആ റെൻ്റൽ അപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഹൗസിംഗ് ഫെസിലിറ്റീസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻകത്തിലിരുന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് എന്താ? ഫൈൻഡ് എ വേ ടു റെഡ്യൂസ് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്ലോത്തിൻ്റെ കേസൊക്കെ അത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ കൺസ്യൂമേഴ്സ് ഫൈൻഡ് എ വേ ടു റെഡ്യൂസ് ദെയർ ഡിമാൻഡ് വെൻ ദ പ്രൈസ് ഓഫ് ഗ്രോസ് അപ്പ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവരുടെ കൺസംഷൻ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്യും. അപ്പം ഇതിൽ പറയുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് കുറഞ്ഞ കേസ്, നമ്മുടെ ഇൻകം ഒത്തിരി അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വന്നതൊക്കെ ഇൻഎലാസ്റ്റിക് ആണ്. സോൾട്ട്, മാച്ച് ബോക്സസ്, ബട്ടൺസ്, ഇതിൻ്റെ കേസൊക്കെ ചീപ്പ് പ്രോഡക്ട്സ് ആണ്. അത് നമ്മുടെ ഇൻകത്തിൽ ഒത്തിരി പോർഷൻ എടുക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഇൻഎലാസ്റ്റിക്കും. ക്ലോത്ത്, ഹൗസ് റെൻ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയായിരിക്കും? അതൊക്കെ എലാസ്റ്റിക് ആയിരിക്കും. അതാ പറയുന്നത്. നേച്ചർ ഓഫ് നീഡ് ദാറ്റ് കമ്മോഡിറ്റി സാറ്റിസ്ഫൈ. നേച്ചർ ഓഫ് നീഡ് കമ്മോഡിറ്റി സാറ്റിസ്ഫൈ. ഇതിൽ പറയുന്നതാണ് ലക്ഷറി ഗുഡ്സ് ആർ പ്രൈസ് എലാസ്റ്റിക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോ. ലക്ഷറി ഗുഡ്സ് എന്തായിരിക്കും? പ്രൈസ് എലാസ്റ്റിക്. പ്രൈസ് എലാസ്റ്റിക് എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 1. അതാണ് ഇമ്പോർട്ടൻറ്റ്. ലക്ഷറി ഗുഡ്സ് ഗ്രേറ്റർ ദാൻ 1. അതിൻ്റെ റീസൺ എന്താ? എലാസ്റ്റിക് എന്ന് പറയാനുള്ള കാരണം എന്താ? ലക്ഷറി ഗുഡ്സ് കാരണം വൺ ക്യാൻ ഈസിലി ലീവ് വിതൗട്ട് ലക്ഷറി ഗുഡ്സ്. ലക്ഷറി ഗുഡ്സ് നമുക്കില്ലാതെ ലൈഫ് റൺ ചെയ്യാൻ പറ്റുമല്ലോ, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് അത് എലാസ്റ്റിക് ആണ്. നെസസിറ്റീസ് ആർ പ്രൈസ് ഇൻഎലാസ്റ്റിക്. നെസസിറ്റീസിൻ്റെ കേസ് എങ്ങനെയാണ്? ഇൻഎലാസ്റ്റിക് ആണ്. ഇൻഎലാസ്റ്റിക് ഡിമാൻഡാണ് ഇതിനുള്ളത്. ഇതിന് വേറൊരു റീസണും പറയുന്നുണ്ട്. നമുക്ക് പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞൊരു കേസ് പറയുന്നുണ്ട്. ഇത് നമ്മൾ എക്സാമ്പിൾ നോക്കാം. ജ്വല്ലറി, നമുക്കൊരു ജ്വല്ലറി മേടിക്കാനുണ്ട്. അതിന് വർത്ത് ഒരു 2 lakh rupees ആണെന്ന് അസ്യൂം ചെയ്യുക. ആ 2 lakh rupees ഒരു 3 monthsനുള്ളിൽ അതിന് ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഉള്ളത് കൊണ്ട് നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടുമെന്ന് അസ്യൂം ചെയ്യുക. അതിനൊരു 20,000 കുറയും. ഒരു 2 lakh ഉണ്ടായിരുന്നു, അതിന് കുറഞ്ഞു 1,80,000 ആക്കും. അപ്പോൾ നമ്മൾ ഒരു 3 months വെയിറ്റ് ചെയ്യുമല്ലോ. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? നെസസിറ്റീസിൻ്റെ കേസിൽ, നെസസറി ഗുഡ്സിൻ്റെ കേസിൽ നമ്മൾ മെഡിസിൻ എടുക്കാം. മെഡിസിൻ നമുക്കിപ്പം ഡോക്ടർ പറയുവാണ്, പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്, ഇപ്പോൾ പോയി നിങ്ങൾ മേടിച്ച് കഴിക്കുകയെന്ന്. നമ്മൾ നോക്കുമ്പോൾ അതിന് പ്രൈസ് ഇൻക്രീസ് ആണ്, കൂടുതലായിട്ടിരിക്കുമോ? അത് നമ്മൾ കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമോ? ഇല്ലല്ലോ. അതാണ് പറയുന്നത് കനോട്ട് ബി പോസ്റ്റ്പോൺ. നമ്മളിത് കൺസ്യൂം ചെയ്യും, പക്ഷേ വെയിറ്റ് ചെയ്തൊന്നും കൺസ്യൂം ചെയ്യില്ല. അത് പ്രൈസ് ഇൻക്രീസ് ആണെങ്കിലും കൺസ്യൂം ചെയ്യും. അതുകൊണ്ടാണ് ലക്ഷറി ഗുഡ്സ് എലാസ്റ്റിക് എന്നും നെസസിറ്റീസിൻ്റെ കേസിൽ എന്നാ പറയുന്നത് ഇൻഎലാസ്റ്റിക് ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്തത് ഒത്തിരി ഒന്നും അഫക്റ്റ് ചെയ്യില്ല. അതാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തെന്താ? നമ്പർ ഓഫ് യൂസേഴ്സ് ടു വിച്ച് എ കമ്മോഡിറ്റി ക്യാൻ ബി പുട്ട്. ഇതിൻ്റെ മീനിങ് നോക്കാം. The more the possible use of a commodity, greater will be the price elasticity. ഒരു കമ്മോഡിറ്റി കൂടുതൽ വേറെ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന് പ്രൈസ് എലാസ്റ്റിറ്റി കൂടുതലായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. When the price of a commodity multiple users decreases, people tend to extend their consumption to other users. ഇത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം, ക്ലിയർ ആയിട്ട് മനസ്സിലാകും. മിൽക്കിൻ്റെ കേസ് എടുക്കുക. പാലിൻ്റെ കേസിൽ പാലിൻ്റെ പ്രൈസ് കുറഞ്ഞു. പ്രൈസ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുമല്ലോ. പാലിൻ്റെ പ്രൈസ് കുറഞ്ഞു, അത് നമ്മൾ വേരിയസ് പർപ്പസിന് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും വേരിയസ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുമല്ലോ. കേർഡ്, ക്രീം, ഗീ, ഇതൊക്കെ നമ്മൾ സ്വീറ്റ് ഉണ്ടാക്കാനും തൈര്, അതുപോലെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും, മിൽക്കിൻ്റെ പ്രൈസ് കുറഞ്ഞതുകൊണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് കൂടുവാണെങ്കിലോ, പ്രൈസ് ഇൻക്രീസസ്, ഇറ്റ് വിൽ ബി റെസ്ട്രിക്റ്റഡ് ഓൺലി ടു ദ എസെൻഷ്യൽ പർപ്പസ്. പാലിൻ്റെ പ്രൈസ് കുറയുവാണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പക്ഷേ അതിൻ്റെ തന്നെ പാലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിലോ നമ്മളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കല്ലേ യൂസ് ചെയ്യുള്ളൂ. ഫീഡിങ് ചിൽഡ്രൻ, സിക്ക് പേഴ്സൺസ്, ഭയങ്കര നെസസറി ആയിട്ടുള്ള എസെൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, മൾട്ടിപ്പിൾ യൂസ് എന്ന് വെച്ചാൽ മിൽക്കിൻ്റെ കേസിൽ അത് മൾട്ടിപ്പിൾ യൂസ് ഉണ്ടല്ലോ. മൾട്ടിപ്പിൾ യൂസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? പാല് നമുക്ക് ചിൽഡ്രൻസിന് വേണ്ടി ഫീഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. കേർഡ്, ക്രീം, ഗീ, ഇങ്ങനെ ഡിഫറെൻറ്റ് യൂസസ് ഉണ്ടല്ലോ അത് വെച്ച്. അതാണ് പറയുന്നത്. വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഹാവ് മൾട്ടിപ്പിൾ യൂസസ് ഡിക്രീസസ്, പ്രൈസ് കുറയുവാണെങ്കിൽ പീപ്പിൾ ടെൻ ടു എക്സ്റ്റെൻഡ് ദെയർ കൺസംഷൻ ടു അതർ യൂസേഴ്സ്. പീപ്പിൾ എന്ത് ചെയ്യും? ബാക്കി ഡിഫറെൻറ്റ് യൂസേഴ്സിന് വേണ്ടി അത് കൺസ്യൂം ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഏത് ഗുഡിനാണോ ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ നമ്പർ ഓഫ് യൂസേഴ്സ് കൂടുതലായിട്ടുള്ളത് അതിന് എലാസിറ്റി കൂടുതലായിരിക്കും. എലാസിറ്റി എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, അതിന് എന്തായിരിക്കും? ഡിമാൻഡിനുള്ള റെസ്പോൺസ് കൂടുതലായിരിക്കും. ടൈം പീരിയഡ് എന്ന് വെച്ചാൽ എന്താ? ഈ ടൈം പീരിയഡ് എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ എലാസ്റ്റിസിറ്റിനെ അഫക്റ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമുക്കൊരു കാറുണ്ട്, ഓക്കെ അല്ലേ? കാറുണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ പെട്രോളിൻ്റെ പ്രൈസ് കൂടി. സോ നമ്മളിത് ഷോർട്ട് പീരിയഡിൽ വെച്ച് നമ്മൾ നോക്കാം. പെട്രോളിൻ്റെ പ്രൈസ് ഒരു 2 ആഴ്ചത്തേക്ക് കൂടിയിരിക്കുമെന്ന് അസ്യൂം ചെയ്യുക.
രണ്ടാഴ്ചത്തേക്ക് കൂടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുവാണ് രണ്ടാഴ്ചയല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ ട്രിപ്സ് പോണതൊക്കെ നമ്മൾ കുറയ്ക്കാം. നമ്മൾ മെയിനായിട്ട് അത്യാവശ്യമായിട്ടുള്ള പർപ്പസിന് മാത്രം കാർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ നമ്മൾ ചുമ്മാ ട്രിപ്സ് പോകണം അല്ലെങ്കിൽ ടൂർ പർപ്പസിനൊക്കെ യൂസ് ചെയ്യേണ്ട. കാരണം പെട്രോളിൻ്റെ പ്രൈസ് ഇൻക്രീസ് അല്ലേ, അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യേണ്ടെന്ന് ഷോർട്ട് റൺ ടൈമിൽ വിചാരിക്കുക. പക്ഷേ അത് തന്നെ ലോങ്ങർ പീരീഡിലേക്കാണെങ്കിലോ പെട്രോളിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? പെട്രോളിൻ്റെ പ്രൈസ് 1 മന്ത് ഇൻക്രീസ് ആണ്, അല്ലെങ്കിൽ 2 മന്ത്സിലേക്ക് പ്രൈസ് ഹൈക്കിൽ നിൽക്കുക, കുറയുന്നില്ല. അപ്പോൾ നമ്മൾ ആ ടൈം പീരീഡിൽ എങ്ങനെ ചെയ്യണം? ചെറിയ ഫ്യൂ ട്രിപ്സ് നമ്മൾ കുറയ്ക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ മെയിൻ പർപ്പസിന് മാത്രം യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരു 5-6 മന്ത്സിന് പെട്രോളിൻ്റെ പ്രൈസ് ഹൈക്കിലിരിക്കുക എന്ന് ഗവൺമെൻറ് എന്തെങ്കിലും അനൗൺസ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായി 6 മന്ത്സോളം പെട്രോളിൻ്റെ പ്രൈസ് എന്താ ഹൈക്കിലാണ്. ആ ടൈമിൽ നമ്മൾ കൺസംഷൻ കുറയ്ക്കാൻ പറ്റുമോ? നമ്മുടെ മെയിൻ പർപ്പസിനെല്ലാം തന്നെ യൂസ് ചെയ്താൽ പോലും പെട്രോളിൻ്റെ പ്രൈസ് നമ്മൾ അത്ര കൊടുക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് എ കാർ വിത്ത് എ സ്മോളർ എൻജിൻ കപ്പാസിറ്റി കുറവുള്ള കാർ നോക്കി നമ്മൾ പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ദ ലോങ്ങർ ടൈം പീരിയഡ് മോർ കംപ്ലീറ്റ്ലി വൺ ഹാസ് ടു അഡ്ജസ്റ്റ്. ഓക്കെ അല്ലേ? ഷോർട്ടർ ടൈം പീരീഡിൽ എന്തായിരിക്കും? ഇൻഎലാസ്റ്റിക് ആയിരിക്കും. ഇവിടെ ഷോർട്ട് ടൈം പീരീഡിൽ ഡിമാൻഡ് കാറിൻ്റെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മുടെ കൺസംഷൻ കുറയ്ക്കാൻ ട്രൈ ചെയ്യും. പക്ഷേ ലോങ്ങർ ടൈം പീരീഡിൽ അതിൻ്റെ എലാസ്റ്റിക് ആയിരിക്കും. എലാസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ? റെസ്പോൺസ് കൂടുതലായിരിക്കും. കാറിൻ്റെ ഡിമാൻഡ് അവിടെ ചേഞ്ച് ചെയ്യുക. നമ്മൾ പഴയ കാർ മാറ്റിയിട്ട് എൻജിൻ കപ്പാസിറ്റി കൂടുതലുള്ളതായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യാൻ ട്രൈ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? കൺസ്യൂമർ ഹാബിറ്റ്സിൽ എന്താ പറയുന്നത്? ഇത് ഈസിയാണ്. കൺസ്യൂമർ ഹാബിറ്റ്സിൽ നമ്മളൊരു പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഹാബിറ്റായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടിയാലോ കുറഞ്ഞാലോ നമ്മുടെ എന്തായിരിക്കും? എലാസ്റ്റിക് ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും? ഇൻഎലാസ്റ്റിക് ആയിരിക്കും. എലാസ്റ്റിസിറ്റി ഇൻഎലാസ്റ്റിക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ ലിക്വർ, സ്മോക്കിങ്ങിലൊക്കെ കൺസംഷൻ ഉള്ളവർക്ക് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താലും അവരിത് കൺസ്യൂം ചെയ്യും. കാരണം അത് തന്നെ ഹാബിറ്റാണ് അവരുടെ. അത്രേ ഉള്ളൂ അത് പറയുന്നത്. ടൈഡ് ഡിമാൻഡിൽ എന്താ പറയുന്നത്? ഗുഡ്സ് വിച്ച് ആർ ടൈഡ് ടു അതർ ഈസ് നോർമലി ഇൻഎലാസ്റ്റിക്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രിൻ്റർ ആൻഡ് ഇങ്ക് കാർട്ടേജ് തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ പ്രിൻറ്റേഴ്സ് നമ്മളടുത്ത് പ്രിൻ്റർ ഉണ്ട്, അതിനുള്ള ഇങ്ക് കാർട്ടേജ് ഇടാൻ വേണ്ടിയുള്ളത് അതിന് പ്രൈസ് കൂടുതലാണെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കുമോ? നമ്മൾ കൺസ്യൂം ചെയ്യുമല്ലോ. വേറെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇങ്ക് പെൻ നമ്മുടെ അടുത്തുണ്ട്. പെന്ന് നമ്മൾ മേടിച്ചു, അതിനുള്ള ഇങ്കിന് പ്രൈസ് കൂടുതലാണ് എന്ന് പറഞ്ഞ് നമ്മളത് കൺസ്യൂം ചെയ്യാതിരിക്കുമോ? കൺസ്യൂം ചെയ്യണമല്ലോ, അപ്പോഴെല്ലാം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത് ടൈഡ് ഡിമാൻഡ് ഫോർ ദോസ് ഗുഡ്സ് വിച്ച് ആർ ടൈഡ് ടു അതേഴ്സ് ഈസ് നോർമലി ഇൻഎലാസ്റ്റിക്. അങ്ങനത്തെ ഗുഡ്സിൻ്റെ കേസൊക്കെ എങ്ങനെയായിരിക്കും? ഇൻഎലാസ്റ്റിക് ആയിരിക്കും. ഒത്തിരി ചേഞ്ച് ചെയ്യില്ല, പ്രൈസ് ചേഞ്ച് ചെയ്താലും നമ്മളത് കൺസ്യൂം ചെയ്യും. അടുത്തത് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് റേഞ്ച് എന്ന് വെച്ചാൽ എന്താ? വെരി ഹൈ പ്രൈസ് ഓർ വെരി ലോ പ്രൈസ് റേഞ്ച്. ഇൻഎലാസ്റ്റിക് ഡിമാൻഡ് എങ്ങനെയായിരിക്കും? ഇൻഎലാസ്റ്റിക് ആയിരിക്കും. നമ്മളൊരു ഫോൺ കൺസ്യൂം ചെയ്യാൻ ട്രൈ ചെയ്യുവാണ്, ഫോൺ മേടിക്കാൻ ട്രൈ ചെയ്യുക. ഇത് ഫോൺ ഒരു ഐഫോണാണ് അസ്യൂം ചെയ്യുക. 1.5 lakhs ഉണ്ട്. അത് 1.5 lakhs നിന്ന് 1.6 ആയാലും അല്ലെങ്കിൽ 1.4 അങ്ങനെ ചെറിയ ഡിമാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്താലും നമ്മളത് കൺസ്യൂം ചെയ്യുമല്ലോ. നമുക്കത് മേടിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മളത് കൺസ്യൂം ചെയ്യും. അതാണ് പറയുന്നത് വെരി ഹൈ പ്രൈസ് റേഞ്ച്. അല്ലെങ്കിൽ വെരി ലോ പ്രൈസ് റേഞ്ച് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ബട്ടൺസ്, നമ്മുടെ ഷർട്ടിലുള്ള ബട്ടൺസ്, മാച്ച് ബോക്സ്, അതിനുള്ള സോൾട്ട്, ഇങ്ങനത്തെ കേസൊക്കെ പ്രൈസ് ചേഞ്ച് ചെയ്താൽ പോലും നമ്മളത് കൺസ്യൂം ചെയ്യും. പക്ഷേ ഈ മിഡിൽ റേഞ്ച് പ്രോഡക്ട്സിന് എങ്ങനെയായിരിക്കും? എലാസ്റ്റിക് ആയിരിക്കും. അതിന് പ്രൈസ് ചേഞ്ച് ചെയ്താലും നമ്മളത് നോക്കിയിട്ടേ മേടിക്കുള്ളൂ. അത്രേ ഉള്ളൂ പറയുന്നത്. മൈനർ കോംപ്ലിമെൻറ്റ്സ് ഐറ്റം. മൈനർ എന്ന് വെച്ചാൽ എന്നാ? മൈനർ കോംപ്ലിമെൻ്ററി ഐറ്റംസ് എന്ന് വെച്ചാൽ ചീപ്പ് കോംപ്ലിമെൻ്ററി ഐറ്റംസ്. അതാണ് മെയിൻ വേർഡ്. ചീപ്പ് കോംപ്ലിമെൻ്ററി ഐറ്റംസ് ആണ് മൈനർ കോംപ്ലിമെൻ്ററി ഐറ്റംസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും? ഇൻഎലാസ്റ്റിക് ആയിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ലാപ്ടോപ്പിൻ്റെ കേസ് എടുക്കുക. നമ്മൾ ലാപ്ടോപ്പ് മേടിച്ചു, ലാപ്ടോപ്പിന് ഒരു 50,000, 60 അല്ലെങ്കിൽ 1 lakhനുള്ളിൽ ലാപ്ടോപ്പ് മേടിക്കുവാണ്. ആ ലാപ്ടോപ്പ് മേടിച്ചാൽ അതിനൊരു ബാഗ് മേടിക്കണം. ആ ബാഗിന് പ്രൈസാന്ന് പറഞ്ഞ് നമ്മളിത് മേടിക്കാതിരിക്കുമോ? ഇല്ലല്ലോ. അതാണ് മൈനർ കോംപ്ലിമെൻ്ററി ഐറ്റംസ്. നമ്മൾ ഇത് കൺസ്യൂം ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള കൺസംഷനാണ് ഇവിടെ പറയുന്നത്. ലാപ്ടോപ്പും അതിൻ്റെ ബാഗ്, അങ്ങനത്തെ കൺസംഷൻ, അതാണ് മൈനർ കോംപ്ലിമെൻ്ററി ഐറ്റംസ്. അതിനും ഇൻഎലാസ്റ്റിക് ഡിമാൻഡാണ്. ലാപ്ടോപ്പ് നമ്മൾ കൺസ്യൂം ചെയ്തു, ബാഗിന് പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞ് നമ്മൾ കൺസംഷൻ വേണ്ടാന്ന് വെക്കില്ലല്ലോ. അതാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് മൊത്തത്തിലുള്ള ഡിറ്റർമിനൻറ്റ്സ് ഓഫ് പ്രൈസ് എലാസ്റ്റിറ്റി. പ്രോഡക്റ്റിൽ എലാസ്റ്റിക് ആണോ ഇൻഎലാസ്റ്റിക് ആണോ എന്ന് പറയുന്നതിന് ഇത്രയും റീസൺസ് ഉണ്ട്. ഇത്രയും ഫാക്ടേഴ്സാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഇതിൽ താഴെ വേറെ ഒരു കാര്യം പറയുന്നത്, ഒരു ഫേമിൻ്റെ കേസിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്നും കൂടെ പറയുന്നുണ്ട്. ഇഫ് ദ ഡിമാൻഡ് ഓഫ് എ ഫേം പ്രോഡക്റ്റ് റിലേറ്റീവ്ലി എലാസ്റ്റിക്. ഒരു പ്രോഡക്റ്റ് എലാസ്റ്റിക് ആണെന്ന് നമുക്കറിയാം.
അതുകൊണ്ട് നമുക്ക് എന്താ യൂസ് എന്താണെന്ന് നോക്കാം. ഒരു ഫേമിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അവരുടെ പ്രോഡക്റ്റിന് എലാസ്റ്റിക് ഡിമാൻഡാണ്. എലാസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ, ആ പ്രോഡക്റ്റിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിലോ ഡിക്രീസ് ചെയ്യുവാണെങ്കിലോ എന്ത് ചെയ്യും, ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കേസ് അസ്യൂം ചെയ്യാം. പെപ്സി, കൊക്കക്കോള, ഒരു കമ്പനി പെപ്സി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്കറിയാം ഇത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട് ആയ കൊക്കക്കോളയിലേക്ക് പോകുമല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. മാനേജേഴ്സ് നീഡ് ടു റെക്കഗ്നൈസ് ദാറ്റ് ലോവറിംഗ് ദ പ്രൈസ് വുഡ് എക്സ്പാൻഡ് ദ വോളിയൂം ഓഫ് സെയിൽസ്. പെപ്സിയുടെ പ്രൈസ് 50 നിന്ന് 48 കുറയ്ക്കുമ്പോൾ അവരുടെ സെയിൽസിൻ്റെ വോളിയൂം എങ്ങനെ ഇരിക്കും, ഇൻക്രീസ് ചെയ്യും. അതാണ് പറയുന്നത് എക്സ്പാൻഡ് ദ വോളിയൂം ഓഫ് സെയിൽസ് ആൻഡ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ടോട്ടൽ റവന്യൂ. നമുക്ക് കിട്ടിയ റവന്യൂ എങ്ങനെ ചെയ്യും, ഇൻക്രീസ് ചെയ്യും. 40 രൂപയ്ക്ക് നമ്മൾ 50 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ 100 പേര് കൺസ്യൂം ചെയ്യുവാണെങ്കിൽ 40 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 150 പേര് കൺസ്യൂം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇൻഎലാസ്റ്റിക്കിൻ്റെ കേസിലോ ഒരു ഫാമിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുക ഗുഡ്സ് അതിന് ഇൻഎലാസ്റ്റിക് ആണ്. ഇൻഎലാസ്റ്റിക് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ഇൻഎലാസ്റ്റിക് ആണെങ്കിൽ മെഡിസിൻസ് അല്ലെങ്കിൽ നെസസറി ഐറ്റംസ്, ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ നോക്കാം. അതിൻ്റെ കേസിൽ ഫേം മേ സേഫ്ലി ഇൻക്രീസ് ദ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും അഫക്റ്റ് വരുമോ, എന്ത് വെച്ചാലും അവർ കൺസ്യൂം ചെയ്യുന്നവർ ചെയ്യുമല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ഫേമിന് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ഇൻക്രീസ് ചെയ്താലും ദെയർബൈ ഇൻക്രീസ് ദ ടോട്ടൽ റവന്യൂ, അവർക്ക് ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ, ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ. എലാസിറ്റി എന്താണെന്ന് നമ്മൾ നോക്കിയതാ. എലാസിറ്റി ഓഫ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇതൊക്കെ. ഓക്കെ ആണോ? ഇത്രയാണ് ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സപ്പോസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഇത് കേട്ട് നോക്കുക, എന്ത് വെച്ചാൽ മനസ്സിലാകും. ഇത് ഈസി ആയിട്ട് ഒരു പോർഷനാണ്, മാർക്ക് വന്നാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പോർഷനാണ്. ഇത് വീഡിയോ നോക്കിയിട്ട് ഒന്നും കൂടെ നിങ്ങൾ കേട്ട് നോക്കി ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാകും. ഓക്കെ അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.